ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? അവൻ വേരൂന്നണം. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് എന്ന് അവൻ എന്ത് ചെയ്യണം? വേരൂന്നണം. സ്തോത്രം. ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കഠിന ഹൃദയം ആരാ തരുന്നത്? പിശാചാണ് തരുന്നത്. പിശാച് ആധിപത്യം പുലർത്തുന്ന വ്യക്തികൾ എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് യേശുവിൽ വസിച്ചത് കൊണ്ടാണ് ക്രൂശിച്ചവരോടും ക്ഷമിക്കുവാൻ അപേക്ഷിച്ചത്. നമ്മളെ എങ്ങാനും ആരെങ്കിലും ക്രൂശിച്ചാൽ സ്തോത്രം, നമ്മൾ പറയും അവനോട് ഒരിക്കലും നമ്മൾ ക്ഷമിക്കത്തില്ലെന്ന് പറയും, അല്ലേ? അപ്പൊ നമ്മൾ യേശുവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ഷമിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ നീ ആത്മാവിലാണ്. എപ്പോഴും ബൈബിൾ വായന, എപ്പോഴും പ്രാർത്ഥന, എപ്പോഴും വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ ആരോടും എന്ത് ചെയ്യുന്നില്ല? ക്ഷമിക്കുന്നില്ല. സ്തോത്രം. സ്തോത്രം. ആ ആത്മാവ് ആമേൻ സ്തോത്രം ഏത് ആത്മാവാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇവിടെ പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. സ്തോത്രം. ഈ വേര് ഭയങ്കരമായിട്ട് പടർന്നിരിക്കുന്ന ഒരു വൃക്ഷത്തെ ആമേൻ ഒരു കാറ്റിനും ആമേൻ തള്ളിയിടുവാൻ കഴിയാത്ത വണ്ണമാണ് ആ വൃക്ഷത്തിന്റെ നിൽപ്പ്. അത്ര ആഴത്തിലാണ് അതിന്റെ വേര് പോകുന്നത്. അതുപോലെ ഒരു നീതിമാൻ, ഒരു ദൈവഭക്തൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവിൽ ആമേൻ ആഴത്തിലേക്ക് വേരൂന്നി നിൽക്കാൻ സ്തോത്രം ഒരു നാളും നമ്മെ വീഴ്ത്തുവാൻ കഴിയുകയില്ല. പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും, മനസ്സിലായ? നമ്മുടെ പരിജ്ഞാനത്തിൽ കവിഞ്ഞു നിൽക്കുന്നതാണ് യേശുവിന്റെ സ്നേഹം. നമ്മളെ ഇത്ര അതിര് വയ്ക്കും, ഇല്ല ഇവിടം വരെ ഉള്ളെന്ന് നമ്മൾ പറയും, പക്ഷെ അതിനപ്പുറമാണ് യേശുവിന്റെ സ്നേഹം. അതിലും കടന്നു എന്ന് ആമേൻ, അല്ലേ? അങ്ങനെ യേശു നമ്മുടെ ജീവിതത്തിൽ അതിര് വെച്ചെങ്കിൽ യേശുവിന്റെ സ്നേഹം നമ്മുടെ അടുത്തുപോലും വരത്തില്ല. അതിനെയൊക്കെ കടന്നു വരുന്നതാണ് ആരുടെ സ്നേഹം? ഏത് പ്രതിബന്ധങ്ങളെയും അവഗണിച്ചുകൊണ്ട്, തടസ്സങ്ങളെ, പിശാച് എത്രമാത്രം തടസ്സം യേശുവിന്റെ സ്നേഹം നമ്മിലേക്ക് വരാതെ വണ്ണം തടസ്സമിട്ടാലും അതിനെയൊക്കെ കടന്ന് നമ്മെ തേടി വന്ന് നമ്മെ പിടിക്കുന്നതാണ് യേശുവിന്റെ സ്നേഹം. ആ സ്നേഹത്തിൽ എന്തുണ്ട്? സൗഖ്യമുണ്ട്. ആ സ്നേഹത്തിൽ എന്തുണ്ട്? വിടുതലുണ്ട്. ആ സ്നേഹത്തിൽ എന്തുണ്ട്? ആമേൻ കണ്ണീര് മായ്ക്കുന്ന അനുഭവമുണ്ട്. ആ സ്നേഹത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ട്. പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മുടെ ശരീരത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഒരു രോഗശക്തികളും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്ത് വേണം? വ്യക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. ഒരു ദിവസത്തെ പ്രാർത്ഥനാ ജീവിതമല്ല, ദൈനംദിന ജീവിതത്തിൽ തുടർമാനമായി പിതാവായ ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും തരും. ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നമ്മൾ നിറഞ്ഞു വരണമെന്ന്. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരിക, അല്ലേ? ഞാൻ പറയട്ടെ, ഇന്ന് ഈ കേട്ട പ്രകാരം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങളൊന്ന് ഉരച്ച് രൂപാന്തരപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങുമെങ്കിൽ നിങ്ങൾ ആളുകൾ മാറും. നിങ്ങൾ ഇവിടെ വന്ന് വായനക്കാതെ ഇരിക്കത്തില്ല, കൈയടിക്കാതെ ഇരിക്കത്തില്ല. നിങ്ങൾ ആള് മാറും. നിങ്ങളുടെ വാതുറക്കും. വാതുറന്ന് കരമടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ബന്ധനങ്ങളും മാറും. നമ്മൾ ആള് മാറും. ആള് മാറിയതുപോലായി തീരും, അല്ലേ? ദൈവവുമായിട്ടുള്ള സംഭാഷണം ഉണ്ടായപ്പോൾ തന്നെ ഗിദെയോൻ ആള് മാറി, അല്ലേ? ദൈവത്തിന്റെ ദൂതനുമായിട്ട് ഗിദെയോൻ സംസാരിച്ചതേ ഉള്ളൂ. അപ്പൊ തന്നെ ഗിദെയോന്റെ മേൽ ദൈവാത്മാവിന്റെ ശക്തി വന്നു. എന്താ പറഞ്ഞത് ദൂതൻ? ഈ ബലത്തോടെ പോകാം, ഈ ബലത്തോടെ എന്നതുപോലെ ഇന്ന് പകൽക്കാലം ഇന്ന് കേട്ട ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിൽ നിങ്ങൾ പോകാം. ഇത് പിടിച്ചുകൊള്ളുക, പ്രാർത്ഥിക്കുക. നല്ല ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്രിസ്തീയ വിജയം
സാത്താൻ്റെ മേലും അവൻ്റെ സൈന്യത്തിൻ്റെ മേലും എടുക്കുവാൻ കർത്താവ് കൃപ തരും. നമ്മുടെ ജീവിതം ആകെ മാറും. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.